ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ സൻഡിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോയുമായിട്ട് വരുന്നത്. എനിക്ക് പനിയായിരുന്നു, സരമോൾക്ക് പനി വന്നു, സ്നേഹ പനിയായിട്ട് നാട്ടിലേക്ക് വന്നു. അതിനിടയിൽ എൻ്റെ പനിക്ക് ശേഷം എനിക്ക് ആസ്മയുടെ പ്രശ്നങ്ങൾ തുടങ്ങി. തുമ്മലും ചുമയും ശ്വാസമുട്ടലുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം എൻ്റെ വലത് കൈക്ക് വേദന തുടങ്ങി. ഒരു 10-20 ദിവസമായിട്ടുണ്ടാവും ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ പണിയൊന്നും ഇല്ലായിരുന്നു. ഈ വലത് കൈക്ക് വേദനയായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഡിസ്കിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അതിൻ്റെയൊക്കെ അനുബന്ധമായിട്ടാണ് ഇങ്ങനെയുള്ള വേദനകളൊക്കെ വരുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞരമ്പിന് ബലക്ഷയമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു 7 ദിവസത്തേക്കുള്ള മരുന്ന് തന്നു. ഇനിയിപ്പോൾ നാളെ പോകണം. നാളെ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റോ മറ്റോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ ചെയ്യണം. അതിന് ശേഷം ബാക്കി നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കടന്നു പോകുന്നത്. എന്നാലും ഇതിനിടയിൽ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു. ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതിനൊന്നും മറുപടി എല്ലാത്തിനൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ചിലതിനൊക്കെ മറുപടി കൊടുത്തു. അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോസൊക്കെ കാണുകയും കമൻറ്റും ലൈക്കും ഒക്കെ തരികയും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുകയും ഒരു ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റ് നിങ്ങൾക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കമൻറ്റിലും പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു നിങ്ങളുടെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇടാമോ എന്ന്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലായിട്ട് ഉണ്ണിയപ്പമൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഇടാതിരുന്നത്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ റെസിപ്പി ഇടുവാനായിട്ട് ശ്രമിക്കാമെന്നല്ല, ഇട്ടുതരാം. അപ്പോൾ അതുപോലെ തന്നെ മറ്റു പല ഐഡിയാസും പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഓർത്തിരുന്ന സമയത്താണ് ഈ പനി വന്നത്. അതുകൊണ്ട് അതൊക്കെ പെൻഡിങ് ആയിപ്പോയി. അതൊക്കെ നമുക്കിനി മുൻപോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം. ചില ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള വിശേഷങ്ങൾ. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇനി നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം പുതിയ വീഡിയോസൊക്കെ ചെയ്യണം. ഇങ്ങനെ വെയിറ്റൊന്നും എടുത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൈയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒന്നും തിരിക്കാനായിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നത് കൊണ്ട് എനിക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാതെയൊക്കെ ഇരുന്നത്. എങ്കിലും എനിക്ക് വീഡിയോസൊക്കെ ആയിട്ട് മുൻപോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. വീഡിയോ നിർത്തിക്കളയാനൊന്നും യാതൊരു പ്ലാനും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ സാൻഡി എന്നാണ്. നിങ്ങൾ കാണുന്നവർക്കൊക്കെ അറിയാം. അല്ലാത്തവർ ഇത് ഒന്ന് കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളുടെ വീഡിയോ ഒന്ന് മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒരു ലൈക്ക് തരിക, ഒരു കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ചിലരൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഉണ്ണിയപ്പ കച്ചവടം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് ലാഭം കുറവാണ്. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് എല്ലാത്തിൻ്റെയും വില കൂടിയിട്ടുണ്ട്. എണ്ണയുടെ വില കൂടി, അരിയുടെ അരിപ്പൊടിയുടെ ഒക്കെ വില കൂടി, അങ്ങനെ എല്ലാ സാധനങ്ങളുടെ ഏലക്ക, തേങ്ങ ഇതെല്ലാം വില കൂടിയത് കൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇത് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. എനിക്ക് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കിത് ചെയ്യുന്നതിന്, ഞാൻ തന്നെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. എനിക്ക് ഏറെ നേരം നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ എൻ്റെ ഒരു പ്രശ്നമാണ്. അതൊക്കെ കൊണ്ടാണ് എനിക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചെയ്യാൻ കഴിയുന്നത്.
നിങ്ങൾക്ക് കൂടുതലായി ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇത് ചെയ്യാനും മറ്റ് കടകളിലൊക്കെ വിതരണം ചെയ്യാനും വലിയ ഓർഡറുകളൊക്കെ സ്വീകരിച്ച് ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുവാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പ കച്ചവടം മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് അച്ചാറുണ്ടാക്കി വിൽക്കാം, മറ്റ് പല പലഹാരങ്ങളും ഡ്രൈ ആയിട്ടുള്ള എണ്ണ പലഹാരങ്ങളും ഉണ്ടാക്കി വിൽക്കാം, ചെറുകടികൾ ഉണ്ടാക്കി വിൽക്കാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ചിലരൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് എന്തൊക്കെ ലൈസൻസ് വേണമെന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ പോലും പാക്കിംഗ് ലൈസൻസിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ FSC രജിസ്ട്രേഷൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ പാക്കിംഗ് ലൈസൻസിനും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതല്ലെങ്കിൽ പിന്നീട് അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും, ഫൈനും മറ്റു കാര്യങ്ങളുമൊക്കെ വരും. അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ഞാനൊക്കെ വെറും ചെറിയ കച്ചവടക്കാരാണ് കേട്ടോ. വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ഒത്തിരി ഉണ്ട് നമ്മളുടെ ഗ്രൂപ്പുകളിൽ തന്നെ, നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒത്തിരി എന്നെക്കാളും പരിചയമുള്ള ഒത്തിരി ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ കാണുക. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി 2025 പുതിയ പുതിയ സംരംഭകരൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു ഇടത്ത് പോയി നിന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകാവുന്ന ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇപ്പോൾ എന്നെപ്പോലെയൊക്കെയുള്ള ഒരു സിംഗിൾ മദറൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ മാറേണ്ട ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ മറ്റൊരിടത്ത് പോയി ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ലീവ് കൊടുക്കേണ്ടി വരും. 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം, ഒരാഴ്ച, അതിൽ കൂടുതലൊന്നും നമുക്ക് ലീവ് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മുടെ സാഹചര്യം, ഇപ്പോൾ തന്നെ ഞാൻ കുറേ ദിവസങ്ങൾ ഞാൻ സുഖമില്ലാതെ ഇവിടെ ഇരുന്നു. അപ്പോൾ ഞാനൊരു ജോലിയിലാണെങ്കിൽ എനിക്ക് അതൊരു പ്രൈവറ്റ് ജോലിയാണെങ്കിൽ എനിക്കതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയ വരുമാനത്തിൽ നിന്നാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ചില മാസങ്ങളിൽ എനിക്ക് പറ്റാതെ വരുന്നുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് നല്ല ടൈറ്റ് വരും. കാരണം പണിയാൻ പറ്റില്ല എങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിച്ചു പോകുവാനായിട്ട് ഈ ഒരു ബിസിനസ് സാധിക്കും. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് പോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും, ഉണ്ണിയപ്പം എന്ന് മാത്രം ഞാൻ പറയില്ല, എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിന് മുൻപോട്ടിറങ്ങുക. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. വ്യവസായ യൂണിറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ മുൻപോട്ട് ചെയ്യുക. എല്ലാവർക്കും നന്മ മാത്രം ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.